ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് ഒരു പലഹാരം വേണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരമാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞ് പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. എത്ര കഴിച്ചാലും മതി വരില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 2 കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു 2 കോഴിമുട്ടയ്ക്കനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുന്നത്. ഓരോരുത്തർക്കും എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് മുട്ട എടുക്കുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. 2 കോഴിമുട്ടയ്ക്ക് ഒരു കിഴങ്ങ്, ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സബോള, 2 പച്ചമുളക്, അതും ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം താല്പര്യമുള്ളവർക്ക് അതുകൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ 1/2 സ്പൂണോളം മുളക് പൊടി. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാനിതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് റവയാണ്. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വലിപ്പത്തിലുള്ള സ്പൂൺ അളവിൽ 4 ടേബിൾ സ്പൂണോളം റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ റവയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ റവ കട്ടയാവാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിതാ ആ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഉണക്കമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. കറിവേപ്പിലയും ഉണക്കമുളകും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ എണ്ണ ഇല്ലാതെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം അതിലേക്കാണ് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയിലാവുമ്പോൾ കുറച്ച് കുഴിയായിട്ട് ആ ഒരു ഷേപ്പിൽ കിട്ടാനാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലൊരു സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ട് കറക്റ്റ് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഹോളുള്ള ഭാഗത്ത് എയർ ടൈറ്റ് ചെയ്തിരിക്കാനായിട്ട് ഇതുപോലെ പേപ്പർ തിരികെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അടപ്പിൻ്റെ ഹോളിൽ ഈ ഒരു ചട്ടിയിൽ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തത് മുതൽ ഇത് വെന്ത് കിട്ടുന്നത് വരേക്കും ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക. കനം കുറഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിക്സ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ മതിയാവും ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടാനായിട്ട്. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അല്പം ഫ്ലെയിം കൂടിപ്പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മറ്റേ ഭാഗം വേവാനായിട്ട് 1 മിനിറ്റ് നേരം മതിയാവും. ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതിൻ്റെ അകമൊന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ തിരിച്ചിട്ട് ആ ഒരു ഭാഗം കാണിച്ചു തരാം. ഇപ്പോൾ ദാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞ് പോലെ ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.